വൈ ചൂസ് കൊമേഴ്സ് എന്ന ഒരു വീഡിയോയുടെ ബേസ് ചെയ്തിട്ട് കുറച്ച് കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകളെ കുറിച്ചുള്ള സീരീസാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഒന്നാമത്തെ വീഡിയോ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്തത് CMA ഇന്ത്യ എന്ന് പറയുന്ന ഒരു കോഴ്സാണ്. കോഴ്സിൻ്റെ സ്ട്രക്ചറാണ് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ എന്ത് ചെയ്താൽ മതി, ചെക്ക് ചെയ്താൽ മതി, ഞാനത് കമൻറ്റിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ CMA കോഴ്സ് അങ്ങനെ നമ്മൾ +2 ഡിഗ്രിയൊക്കെ പാസ്സാകുന്നത് പോലെ പാസ്സാകുമോ, അല്ലെങ്കിൽ ഇത് എളുപ്പത്തിൽ പാസ്സാവാൻ വല്ല വഴിയുമുണ്ടോ എന്നുള്ള രീതിയിൽ പല ആൾക്കാർക്കും ചോദ്യങ്ങളുണ്ടാകും. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന്, ഇത് പഠിക്കുമ്പോഴുള്ള ഡിഫിക്കൽട്ടി ലെവൽ എത്രയാണ് എന്നുള്ളതും. രണ്ടാമത്തെ കാര്യം, ഇത് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതെന്നുള്ളതാണ്. അപ്പോൾ മുഴുവനായിട്ട് കാണുക, കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഞാനൊരിക്കലും ഇതിൽ ഹൈപ്പോത്തറ്റിക്കലി ഒന്നും പറയുന്നില്ല. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രിയിലുള്ള കാര്യങ്ങളെ വെച്ചിട്ടും ഇൻഡസ്ട്രിയിലുള്ള റിക്വയർമെൻറ്റിനെ വെച്ചിട്ടും മാത്രമാണ് പറയുന്നത്. സോ ഇത് തികച്ചും ഫാക്റ്റ് ബേസ്ഡ് ആണ്. ഒരിക്കലും നിങ്ങൾ ഈ കോഴ്സ് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഇത്ര രൂപ ശമ്പളം കിട്ടുന്നുള്ളതിൻ്റെ കൺഫർമേഷൻ അല്ല, ബട്ട് നിലവിലുള്ള കാര്യങ്ങളെ വെച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ്. ഒന്നാമത്, ഇത് പഠിക്കാൻ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം ഞാനൊരു CMA ക്വാളിഫൈ ചെയ്ത ഒരാളാണ്. ഞാൻ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും സെൽഫായിട്ട് വീട്ടിലിരുന്ന് പഠിച്ചതാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഒരുപാട് പൈസയൊന്നും കൊടുക്കാതെ പഠിച്ചിട്ട് പാസ്സായ ആളാണ്. എന്ന് പറഞ്ഞാൽ ഒരു പരിധി കൂടുതൽ ഞാൻ സെൽഫായിട്ടാണ് ടോപ്പിക്കുകളൊക്കെ പഠിച്ചത്. അപ്പോൾ ബുദ്ധിമുട്ടുണ്ട്, എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ എല്ലാ ആൾക്കാരെയും സംബന്ധിച്ചിടത്തോളം ഈ റീൽസൊക്കെ കാണുന്നത് കൊണ്ട് ഇൻസ്റ്റൻ്റായിട്ട് പരീക്ഷകൾ പാസ്സാവണം, എക്സാമിൻ്റെ തലേന്ന് പഠിച്ചിട്ടാണെങ്കിലും പാസ്സായാൽ മതി എന്നുള്ള ഒരു ചിന്തയൊക്കെ കുട്ടികൾക്കുണ്ട്. നമ്മുടെ സൊസൈറ്റിയിൽ അങ്ങനെയാണ്, എല്ലാം എളുപ്പത്തിൽ നടക്കണം എന്നാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ലൈഫ് ഹാക്സ് പോലെയുള്ള വീഡിയോസിനൊക്കെ ഒരുപാട് ആൾക്കാരും വ്യൂസൊക്കെ കാണുന്നത്. ആക്ച്വലി ഒന്നും ഒരു കൃത്യം ടൈം എടുക്കാതെ ഒരു കാര്യം എന്ത് ചെയ്യാൻ പറ്റില്ല, കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് സത്യം. ഇതാണ് ഫാക്റ്റ്. പിന്നെ അതിന് ഓവർലാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പല ന്യായങ്ങളും പറയും. അത് നമ്മുടെ മനസമാധാനത്തിന് വേണ്ടി മാത്രം പറയുന്നതാണ്. അപ്പോൾ CMA എന്ന് പറയുന്ന കോഴ്സിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ +2 കഴിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ലെവൽ ഫൗണ്ടേഷനാണ്. ആ ഫൗണ്ടേഷനിൽ 4 സബ്ജക്റ്റുകളാണ് പഠിക്കാനുള്ളതെന്ന് ഞാൻ തൊട്ടുമുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ഒന്നും കൂടി പറയാം, ബേസിക് അക്കൗണ്ടൻസി, അതായത് +2 കൊമേഴ്സ് പഠിച്ചൊരു കുട്ടിയാണെങ്കിൽ ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടൻസി ആണ് അതിനകത്ത് പഠിക്കാനുള്ള ഒന്നാമത്തെ ടോപ്പിക്ക്. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റ് അല്ല, വെറും ബേസിക്സ്, അക്കൗണ്ടൻസിയുടെ ബേസിക്സ് ആണ്. രണ്ടാമത്തെ ബേസിക് മാത്തമാറ്റിക്സ് ആണ്. നമ്മൾ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ചിരിക്കുന്ന മാത്സിന് ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ +2 കൊമേഴ്സ് പഠിച്ച ആളാണെങ്കിൽ അതിനകത്ത് സ്റ്റാറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ടാവും. പിന്നെ ഡിഗ്രി പഠിക്കുന്ന ലെവൽ മുതൽ പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള നിയമങ്ങൾ. നമ്മൾ എന്ത് ബിസിനസ് ചെയ്യുമ്പോഴും ആ നാട്ടിലെ നിയമങ്ങൾ എന്ത് ചെയ്യണം, പാലിക്കേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പോലെയുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് അതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട സബ്ജക്റ്റുകൾ. പിന്നെ ഇതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറയുന്നത് എക്സാം അത്ര വലിയ ടൈറ്റ് ആയിട്ടുള്ള സംഭവങ്ങളല്ല. ആസ് യൂഷ്വൽ നമുക്ക് കുറച്ചും കൂടി അഗ്രസീവായിട്ട് ഒന്ന് അത്യാവശ്യം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ കൂളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഇത് പാസ്സാവാനുള്ള പാസ് മാർക്ക് എന്ന് പറയുന്നത് 100 മാർക്കിൻ്റെ എക്സാമിന് ഒരു പേപ്പറിന് ആവറേജ് 50 മാർക്ക് മതി. മിനിമം 40 ആണ്, ആവറേജ് 50 ആണ്. 4 പേപ്പറും കൂടി പരീക്ഷ എഴുതുമ്പോൾ 200 മാർക്ക് കിട്ടിയാൽ മതി എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് +2 കഴിഞ്ഞ് ഫൗണ്ടേഷൻ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഡിഫിക്കൽട്ടി ഉള്ള എക്സാംസുകളല്ല ഇനീഷ്യൽ ലെവൽ കണ്ടക്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ ലെവലാണ് ഇൻ്റർമീഡിയറ്റ്. അതിന് എത്രമാത്രം ഡിഫിക്കൽട്ടി ഉണ്ട്. നമുക്ക് കൊമേഴ്സിൻ്റെ ഒരു കോഴ്സിൻ്റെ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ BCom ആയിക്കോട്ടെ, MCom ആയിക്കോട്ടെ, CA ആയിക്കോട്ടെ, CMA ആയിക്കോട്ടെ, CS ആയിക്കോട്ടെ, ACCA ആയിക്കോട്ടെ, ഏത് കോഴ്സുകൾ എടുത്തു കഴിഞ്ഞാലും ഇതിനകത്ത് കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ട് പോവുകയാണെങ്കിൽ പ്രധാനമായിട്ടും 5 സബ്ജക്റ്റ്, വേണമെങ്കിൽ ഒരു സബ്ജക്റ്റും കൂടി കൂട്ടി 6 സബ്ജക്റ്റ് ആക്കാം. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എല്ലാ നാട്ടിലും അക്കൗണ്ടിങ്. ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പോൾ അക്കൗണ്ടൻസിയെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതൊരു കാര്യം, ഒരു സബ്ജക്റ്റാണ്. രണ്ടാമത്തത് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ്. എന്ത് ബിസിനസ് ആയാലും അവിടെ ചിലവുകളുണ്ടാവും. ആ ചിലവുകളെക്കുറിച്ച് പഠിക്കുകയും അത് കുറക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്താനും വേണ്ടിയിട്ടുള്ളതാണ് കോസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആണ്. ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനം തുടങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ അതിനകത്ത് എത്ര പൈസ ഇടണം, എത്ര നമുക്ക് തിരിച്ച് കിട്ടും, എത്ര വർഷം കൊണ്ട് തിരിച്ച് കിട്ടും, എത്ര ലാഭം കിട്ടും എന്നുള്ള ഒരു അനാലിസിസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്. പിന്നെ അടുത്തത് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കമ്പനികളൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ കമ്പനി നിയമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പാലിക്കേണ്ടതുണ്ട്. അത് പാലിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നിയമങ്ങളെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അഞ്ചാമത്തെ സബ്ജക്റ്റ്, ഓൾമോസ്റ്റ് എല്ലാ രാജ്യത്തും നമ്മൾ ബിസിനസ് ചെയ്യുന്നതിന് ടാക്സ് ഉണ്ടാവും.
വരുമാനത്തിന് ടാക്സ് ഉണ്ടാവും. ഇന്ത്യയിലും ഓൾറെഡി ഇൻകം ടാക്സും GSTയുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യണം, കുട്ടികൾ പഠിച്ചിരിക്കണം. ഇതൊക്കെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇതിന് പുറമെ കുറച്ച് നമുക്ക് അത്ര കോർ ഏരിയ അല്ലാത്ത സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്, അതേപോലെ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സബ്ജക്റ്റുകൾ എക്സ്ട്രാ ഉണ്ട്. പിന്നെ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് സബ്ജക്റ്റ് വൈസ് നമുക്ക് എന്ത് ചെയ്യാനുണ്ടാവുക, പഠിക്കാനുണ്ടാവുക. പക്ഷേ അതിനകത്ത് ഞാൻ കോറായിട്ടുള്ള സബ്ജക്റ്റ് 5 എണ്ണമേ എണ്ണുന്നുള്ളൂ. അക്കൗണ്ട്സ്, ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്, കോസ്റ്റ് മാനേജ്മെൻറ്റ്, ടാക്സേഷൻ, ലോസ്, നിയമങ്ങൾ. ഈ 5 സബ്ജക്റ്റിൽ ഈ കോഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ കോഴ്സിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇൻ്റർമീഡിയറ്റിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ പറയുന്ന 8 സബ്ജക്റ്റിൻ്റെ ബുക്കുകൾ നിങ്ങളുടെ വീട്ടിലേക്ക് എന്ത് ചെയ്യും, അയച്ചു തരും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഒരു കാര്യവും പരീക്ഷയ്ക്ക് എന്ത് ചെയ്യില്ല, ചോദിക്കില്ല. മൂന്നാമത്തെ കാര്യം, ഇതിനകത്ത് ജയിക്കാൻ വേണ്ടിയിട്ട് ഒരു പേപ്പറിന് ആകെ വേണ്ടത് 40 മാർക്ക് ജയിക്കാൻ. ഒരു പേപ്പർ ജയിക്കാൻ വേണ്ടത് എത്ര മാർക്ക് മാത്രമാണ്? വെറും 40 മാർക്സ്. ദാറ്റ് മീൻസ് 40%. ദെൻ ഈ 40% മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് 30 മാർക്സ് മൾട്ടിപ്പിൾ ചോയ്സും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും 1 വേർഡൊക്കെ ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റുന്നതാണ് 30 മാർക്സ്. എന്ന് പറഞ്ഞാൽ 40 മാർക്ക് കിട്ടേണ്ടതിൽ 30 മാർക്ക് മൾട്ടിപ്പിൾ ചോയ്സും മറ്റ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും ഒക്കെ ആയിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിന് പുറമെ പിന്നെ ബാക്കിയുള്ള 70 മാർക്കിലാണ് 10-15 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താവും, സേഫർ സോണിലേക്ക് പോകും. പക്ഷേ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ബുക്കിൽ നമുക്ക് തരുന്ന ബുക്കിൽ എന്താണ് സിലബസിൽ ടോട്ടൽ കവർ ചെയ്തിരിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് അറിയണം. അതിന് ക്ലാസ് തുടങ്ങുമ്പോഴോ, നിങ്ങൾ ക്ലാസ്സിന് പോകുന്നുണ്ടെങ്കിൽ ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ അത് പ്രിപ്പയർ ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എക്സാം ആകുമ്പോഴേക്ക് 5-6 തവണ നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഓരോ സബ്ജക്റ്റും കൂളായിട്ട് എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ +2 പഠിച്ചൊരു ഹിസ്റ്ററി അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിച്ചൊരു ഹിസ്റ്ററിയൊക്കെ വെച്ചിട്ട് നമ്മൾ മുമ്പ് പഠിച്ചത് ഇങ്ങനെയാണ്, എക്സാമിൻ്റെ ഒരാഴ്ച മുമ്പാണ് 2 ആഴ്ച മുമ്പാണ് ഞാൻ പഠിച്ചത്, എന്നിട്ട് എനിക്ക് അതിനൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചിട്ട് പാസ്സാവാൻ പറ്റിയെന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് അതേ കാര്യങ്ങൾ ഇവിടെയും റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഉദ്ദേശിച്ച രീതിയിൽ അത് കവർ ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പിന്നെ ബുദ്ധിമുട്ട് വന്നാൽ ഒന്നും പറയാനില്ല. നിങ്ങൾ ഈ കോഴ്സിന് ജോയിൻ ചെയ്ത് അത് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ട് സ്ട്രക്ചർ ചെയ്ത് സമയാസമയങ്ങളിൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അത് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ തോക്കാനുള്ള യാതൊരു ചാൻസും ഈ എക്സാമിനില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് ചില ആൾക്കാരെങ്കിലും എക്സാമിൻ്റെ ഒരാഴ്ച മുമ്പ് 2 ആഴ്ച മുമ്പൊക്കെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ പഠിക്കാനുള്ളത് ഒരു സമയത്ത് നമ്മൾ 4 പേപ്പറിൻ്റെ പരീക്ഷ എഴുതണം എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. 8 പേപ്പറാണ് പഠിക്കാനുള്ളത്, അത് 2 ഗ്രൂപ്പാണ്. ഒരു സമയത്ത് എഴുതുമ്പം ഏറ്റവും കുറഞ്ഞത് 4 പേപ്പറിൻ്റെ എക്സാം എന്ത് ചെയ്യണം, എഴുതണം. ബുക്കിലില്ലാത്തതൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കില്ല, സിലബസിലില്ലാത്തതൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കില്ല. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ബുക്കിലുള്ളതൊക്കെ തന്നെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ച് ജയിക്കാൻ വേണ്ടത് വെറും 40 മാർക്കാണ്. 4 പേപ്പർ എഴുതുമ്പോൾ 200 മാർക്ക് കിട്ടണം എന്നുള്ളതാണ് ആകെയുള്ള ക്രൈറ്റീരിയ. അപ്പോൾ ഒരു പേപ്പറിന് 50 മാർക്ക് വെച്ച് മേടിക്കുകയാണെങ്കിൽ 4 പേപ്പറിനും കൂടി 200 കാര്യങ്ങൾ ഇതായി. പിന്നെ ഇതിന് പുറമെ ഒരു കാര്യം കൂടിയുണ്ട്. ഈ 100 മാർക്കിൻ്റെ എക്സാം എന്ന് പറയുമ്പം 2 ക്വസ്റ്റ്യൻ എക്സ്ട്രാ കിട്ടുകയും ചെയ്യും, ഓപ്ഷണലാണ്. എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി സബ്ജക്റ്റിൻ്റെ ഒരു പേപ്പറിൻ്റെ ഒരു 60-70% അത്യാവശ്യം തറവായിട്ട് പ്രിപ്പയർ ചെയ്തൊരു കുട്ടിയാണെങ്കിൽ എക്സാം ക്ലിയർ ആവാതിരിക്കാൻ യാതൊരു ചാൻസും ഇല്ല എന്നുള്ളതാണ് കാര്യം. പക്ഷേ പല ആൾക്കാർ ഈ കോഴ്സ് പഠിക്കുമ്പോൾ പറയുന്നത് ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇത് പഠിച്ച് പാസ്സാവുന്നില്ല എന്നൊക്കെ പറയും. അത് ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണ്. നമ്മുടെ മലയാളി അല്ലെങ്കിൽ ഈ കുട്ടികളുടെ ഒരു സ്ട്രക്ചർ അനുസരിച്ച് ഒരു ബുക്കിൽ സാറന്മാർ പഠിപ്പിക്കേണ്ട, സിലബസിൽ പഠിപ്പിക്കേണ്ട കംപ്ലീറ്റ് കാര്യങ്ങൾ തീർന്നിട്ടൊക്കെയാണ് ഇത് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി ക്വൈറ്റ് ഡിഫിക്കൽട്ട്. സോ കോഴ്സിന് ജോയിൻ ചെയ്ത ഡേ 1 മുതൽ അതിന് എക്സാമിനെ പ്ലാൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും എക്സാം തോക്കില്ല, അങ്ങനെ തോക്കാൻ പാടില്ല. അതാണ് അതിൻ്റെ വസ്തുത. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ എക്സാമുകൾ കൂളായിട്ട് എന്ത് ചെയ്യാം, പാസ്സാകാൻ വേണ്ടി പറ്റും. പിന്നെ ഇൻ്റർമീഡിയറ്റിന് 8 പേപ്പർ 2 പ്രാവശ്യമായിട്ട് എഴുതിയിട്ട് പാസ്സായാലും മതി എന്നുള്ളതാണ് കാര്യം. ഇതിന് പാസ്സാവാനുള്ള ക്രൈറ്റീരിയ 50% മാർക്കാണ്, റാങ്കൊന്നും ആവശ്യമില്ല എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. പിന്നെ ഇതേ കാര്യത്തിൻ്റെ കണ്ടിന്യൂഷനാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, ദാറ്റ് മീൻസ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫൈനലിൽ എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് നല്ല തറവായിട്ട് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഫൈനൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. ഓക്കെ, ഇതാണ് ഇതിൻ്റെ കോഴ്സിന് ഡിഫിക്കൽട്ടി ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ
ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞാൽ ഒരു 15 മാസം ട്രെയിനിങ് ഉണ്ട്. അതായത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, ഇൻ്റർമീഡിയറ്റിന് പഠിക്കുന്ന സബ്ജക്റ്റുകൾ റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഇൻറ്റേൺഷിപ്പ് നിർബന്ധമാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ല കമ്പനിയിലാണെങ്കിൽ 20,000 22,000 ഒക്കെ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിയിട്ട് തന്നെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നല്ല കമ്പനികളാണെങ്കിൽ നല്ല എക്സ്പോഷറും കിട്ടും. അപ്പോൾ ജോലിക്കുള്ള സാധ്യത അവിടെ തൊട്ടാണ് തുടങ്ങുന്നത്. ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞ് പഠിക്കുന്ന കാര്യങ്ങൾ പ്രാക്ടിക്കലി ലൈഫിൽ അപ്ലൈ ചെയ്ത് പോകുമ്പോൾ വർക്ക് എക്സ്പീരിയൻസോടും കൂടി ഒരാൾ ഫൈനൽ ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഇന്ത്യയിൽ നിലവിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഓപ്പർച്യൂണിറ്റീസ് മാത്രം ഞാനൊന്ന് പറയാം. ഒന്ന്, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള കമ്പനികളിൽ എന്ത് കിട്ടും, ജോലി കിട്ടും. അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളതും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളതും കിട്ടും. 2, നമുക്ക് മൾട്ടിനാഷണൽ കമ്പനീസ്, ഇന്ത്യക്ക് പുറത്തുള്ള ഒരുപാട് കമ്പനികൾ ബാംഗ്ലൂരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓഫീസ് ഇട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് നിലവിലുണ്ട്. 3, ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ നടത്തുന്ന ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ഉണ്ട്. ഫൈനൽ എക്സാം പാസ്സായി കഴിഞ്ഞാൽ, റിസൾട്ട് വന്ന് പാസ്സായി കഴിഞ്ഞാൽ ഒരു കുറച്ച് ദിവസത്തെ ഓറിയൻറ്റേഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുക്കും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, എക്സാം പാസ്സാവുന്ന 100% ആൾക്കാർക്ക് എന്തില്ല, ഓറിയൻറ്റേഷൻ കാര്യങ്ങളൊക്കെ പങ്കെടുക്കുക. പക്ഷേ എല്ലാ ആൾക്കാരെയും എന്ത് ചെയ്യില്ല, ഷോർട്ട് ലിസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഒരു മേഖലയിലും 100% ഒരു കോഴ്സ് പഠിച്ച 100% ആൾക്കാർക്കും ജോലി കിട്ടുന്ന ഒരു മേഖലയും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല അറ്റ് പ്രസൻറ്റ്. അങ്ങനെ ജോലി കിട്ടുകയാണെങ്കിൽ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന പാക്കേജ് എന്ന് പറയുന്നത് ഇയർലി 6 lakh to 28 lakhs ആണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് പാക്കേജ് കിട്ടിയത് 28 lakh ആണ്. ഓൺ ആൻ ആവറേജ് ഒരു 8 ലക്ഷം രൂപ വരെ ഇയർലി ശമ്പളം കിട്ടിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യും. പിന്നെ ആദ്യം പഠിക്കാനുള്ള ഒരു കാര്യം, 1 പഠിക്കാനുള്ള ചിലവാണ്, 2 പഠിക്കാനുള്ള ടൈമാണ്. കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 2.5 വർഷം അല്ലെങ്കിൽ 3 വർഷത്തിനുള്ളിൽ ഈ കോഴ്സ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇൻ ബിറ്റ്വീൻ ഒരു 12 to 15 മാസം ട്രെയിനിങ്ങും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നിങ്ങൾ ആലോചിക്കുക, ഈ കോഴ്സ് ബുദ്ധിമുട്ടാണോ അല്ലയോ എന്നുള്ളത്.